മത്സരവും ചതിയും വഞ്ചനയും വളരെയധികം വർദ്ധിച്ചു വരുന്നൊരു ലോകത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം ലോകത്തിലുണ്ടെങ്കിലും ലോകത്തിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം ആഗ്രഹിക്കുകയും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് നേരോടെ നിഷ്കളങ്കനായി വിശ്വസ്തയോടെ നന്മ ചെയ്ത് ജീവിതത്തിൽ മുൻപോട്ട് പോകുക എന്നത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതെ, 138 സങ്കീർത്തനം അതിൻ്റെ 6 വാക്യം, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. അതെ, ദൈവം ഉന്നതനായ ദൈവമാണ്, സർവശക്തനാകുന്ന ദൈവമാണ്. പക്ഷേ എപ്പോഴും താഴ്മയുള്ളവനെ ദൈവം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ അനുഗ്രഹം തൻ്റെ മക്കൾക്ക് പകരുവാൻ വേണ്ടി. ആകയാൽ നിങ്ങൾ അവൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കതയും നേരും ഉള്ളവരായി ഇരിക്കുക. അതെ, നാം താഴ്മയോടെ വിനയത്തോടെ ഒരുവനേക്കാൾ ഒരുവൻ ശ്രേഷ്ഠനെന്നെണ്ണപ്പെടത്തക്കവണ്ണം ഓരോരുത്തരെയും അംഗീകരിക്കുക. ഫിലിപ്പിയ ലേഖനം 2 അധ്യായം 3 വാക്യം. ഇന്ന് കുടുംബങ്ങളിൽ, സഭകളിൽ, ദേശത്ത്, സമൂഹത്തിൽ ഒക്കെ വളരെ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുന്നു. കാരണം ഒരുവനെ മറ്റൊരുവന് അംഗീകരിക്കാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ മുമ്പിലുണ്ട്. എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ദൈവസന്നിധിയിൽ വിശ്വസ്തനായി ജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനം 3 അധ്യായം അതിൻ്റെ 2 വാക്യം വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ നാം അന്വേഷിപ്പീൻ എന്ന് കാണുന്നു. അതെ, നാം ലോകത്തിലുള്ളതിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മളിൽ സംഭവിക്കുന്നത് ലോകമയമായത് പലതും നമ്മളെ സ്വാധീനം ചെലുത്തുകയും അതിൻ്റെ സ്വാർത്ഥതകൾ നമ്മെ പിടിക്കുകയും ചെയ്യും. എന്നാൽ നാം ഉയരത്തിലുള്ളത് ചിന്തിക്കുമ്പോൾ ഉയരത്തിലുള്ളത് നമ്മളെ സ്വാധീനിക്കുകയും അത്യുന്നതൻ്റെ മറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും സർവശക്തൻ്റെ നിഴലും തണലും നമ്മുടെ ജീവിതത്തിൽ നമ്മെ നിലനിർത്തുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം തരുന്ന ആയുസ് അല്പമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് യഹോവയുടെ ഇഷ്ടം ചെയ്യത്തക്കവണ്ണം ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അത്യുന്നതൻ്റെതാകുന്ന മറവും അവൻ്റേതാകുന്ന സംരക്ഷണവും എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ തൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. അതെ, ദൈവം അത്യുന്നതനാണ്. നമ്മളുടെ അത്യുന്നതനായ ദൈവത്തെ നമുക്ക് വാസസ്ഥലമാക്കിക്കൊണ്ട് വിശ്വസ്തയോടെ മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.